എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാഡിശോധന പ്രാണായാമം എങ്ങനെ ചെയ്യുക, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതാര് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഏത് കണ്ടീഷനിലുള്ളവരാണ് നാഡിശോധന ചെയ്യാൻ പാടില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കര കോൾഡും അതുപോലെ ഫീവറൊക്കെ ഉള്ളവർ നാഡിശോധന ഒഴിവാക്കുകയാണ് നല്ലത്. ഭയങ്കര മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാഡിശോധന ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര മൂക്കടപ്പൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം കപാൽപത്തി ചെയ്തിട്ട് നോസ്ട്രിൽസ് ക്ലിയർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നാഡിശോധനയുടെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു 2-3 ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഡിശോധന ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്ലഡ് പ്യൂരിഫൈ ആവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഓക്സിജൻ ഇൻടേക്ക് വളരെ അധികമാണ്. നമ്മൾ ഒരുപാട് ഓക്സിജൻ എടുക്കുന്നുണ്ട്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും കംപ്ലീറ്റ് ആയിട്ട് പുറന്തള്ളുന്നുണ്ട് ഈ ഒരു പ്രാണായാമയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബ്ലഡ് പ്യൂരിഫൈ ആവും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര ഒരു കാമിങ് പ്രാണായാമയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, അതുപോലെ ഭയങ്കര ആങ്സൈറ്റി, അതുപോലെ ഭയങ്കര ദേഷ്യമൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമുക്കതൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാഡീശോധന ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഉറക്കത്തുനിന്ന് പെട്ടെന്ന് പുറത്ത് വരാൻ, അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഉറക്കപ്പിച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നാഡീശോധന പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്നെല്ലാം പുറത്ത് വരാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രാണായാമയാണ് നാഡീശോധന. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നാഡീശോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ സിദ്ധാസനയിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സുഖാസനയിൽ ഇരിക്കുക. സുഖാസന എന്ന് പറഞ്ഞാൽ ചമ്രം പടിഞ്ഞിരിക്കുക, സിദ്ധാസന എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കുക. അപ്പം നമ്മൾ സുഖാസനയിൽ അല്ലെങ്കിൽ സിദ്ധാസനയിൽ ഇരുന്നതിന് ശേഷം നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ചിൻമുദ്രയാണ് പിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തള്ളവിരലും അതുപോലെ ചൂണ്ടുവിരലും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതാണ് ചിൻമുദ്ര. ഇത് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ച് കാലിൻ്റെ മേലെ സീലിങ്ങിലോട്ട് ഫേസ് ചെയ്ത് വെക്കും. അതുപോലെ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഒന്നില്ലെങ്കിൽ വിഷ്ണു മുദ്ര പിടിക്കുക. ഇതാണ് വിഷ്ണു മുദ്ര. നമ്മുടെ ചൂണ്ടുവിരലും അതുപോലെ നടുവിരലും കൂടെ മടക്കിയിട്ട് ഇങ്ങനെ പിടിക്കുന്നതിനാണ് വിഷ്ണു മുദ്ര പറയുക. അല്ലെങ്കിൽ നാസഗ്രമുദ്ര, അതായത് നമ്മളെ ഈ ചെറുവിരലും മോതിരവിരലും മടക്കിയിട്ട് അതിന് നമ്മളെ തള്ളവിരലായിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നതിനാണ് നാസഗ്രമുദ്ര എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷ്ണുമുദ്രയായിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് 2 വിരലിനെ നമ്മൾ മടക്കി ഇങ്ങനെ പിടിക്കുക. അപ്പോൾ വിഷ്ണുമുദ്ര പിടിച്ചതിന് ശേഷം നമ്മളുടെ തള്ളവിരൽ വെച്ചിട്ട് നമ്മളെ റൈറ്റ് നോസ്ട്രിലിനെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ലെഫ്റ്റിലൂടെ ഇൻഹെയിൽ ചെയ്യണം. ഇവിടെ ഇൻഹലേഷൻ ഭയങ്കര സ്ലോവും അതേപോലെ നല്ല ഡീപ്പും ആയിരിക്കും. ഇനി വൺസ് ഇൻഹലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്ത് റൈറ്റിലൂടെ ഇതേപോലെ സ്ലോ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്യാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ നമ്മൾ റൈറ്റിലൂടെ ഇൻഹെയിൽ ചെയ്യും. ഇൻഹലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിലൂടെ എക്സേൽ ചെയ്യും. ഇതുപോലെ ലെഫ്റ്റിൽ നിന്ന് ഇൻഹെയിൽ ചെയ്ത് റൈറ്റിൽ എക്സേൽ ചെയ്ത്, റൈറ്റിൽ നിന്ന് ഇൻഹെയിൽ ചെയ്ത് ലെഫ്റ്റിൽ എക്സേൽ ചെയ്യുന്നതിനെയാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു 9 റൗണ്ട്സ് നാഡീശോധന പ്രാക്ടീസ് ചെയ്യണം. അതിൽ കൂടുതലും പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം റൈറ്റ് നോസ്ട്രിലിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 1 റൗണ്ട് നാഡീശോധന. ഇതേപോലത്തെ 9 റൗണ്ട് നിങ്ങൾ ചെയ്യുക, അതിൽ കൂടുതലും ചെയ്യുക. ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രാണായാമമാണ് ഇത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക.